മരണത്തെക്കുറിച്ചുള്ള മുന്നാലോചന സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മുന്നാലോചനയാണ്. മരിക്കാൻ പഠിക്കുന്നവൻ ദാസ്യപ്രവൃത്തി ചെയ്യുന്നതിനുള്ള പാഠങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. മിഷേൽ ദെ മോങ്ടെയിന്റെ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സമൂഹത്തിന് പൊതുവെ ചർച്ച ചെയ്യപ്പെടാൻ ഇഷ്ടമില്ലാത്ത രണ്ട് വിഷയങ്ങളാണ് രതിയും മൃതിയും. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് മൃതിയാണ്. ഭൂമിയിലേക്കുള്ള നമ്മുടെ ആഗമനത്തിന്റെയും ഇവിടെ നിന്ന് പോകുന്ന നിർഗമനത്തിന്റെയും കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇതിനിടയിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആവശ്യത്തിലേറെ നാം ചർച്ച ചെയ്യപ്പെടാറുണ്ട്. മരണത്തെ നാം ഭയപ്പെടാറുണ്ടോ? അരുൺ ഷൂരിയുടെ പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് എന്ന പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. മാതൃഭൂമി ബുക്സ് ആണ് ഈ പുസ്തകം പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. മരണത്തെ നിങ്ങൾക്ക് ഭയമാണോ? ഈ ചോദ്യം ഏത് മനുഷ്യനോട് ചോദിച്ചാലും എല്ലാ മനുഷ്യരും മരണത്തെ ഭയപ്പെടുന്നുണ്ട്. അതിന് പല കാരണങ്ങൾ നമുക്ക് വയ്ക്കാനുണ്ടാകും. അത് നമ്മുടെ വേണ്ടപ്പെട്ടവരെ വിട്ടുപോകുന്നതിനുള്ള സങ്കടം കൊണ്ടാകാം. ഒരുപക്ഷെ നമ്മുടെ ആശ്രിതരായി ഈ ഭൂമിയിൽ ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ട ആളുകൾ ഉള്ളതുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകാൻ നാം ഭയപ്പെടാറുണ്ട്. ചെറിയ ഒരു പനി വരുമ്പോൾ, ഇന്റേണലായി നമുക്ക് എന്തെങ്കിലും ഒരു വേദനയോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോഴോ, ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയും ആശുപത്രി കിടക്കയിലാകുന്ന നേരത്തുമൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ പനി തന്നെ നമ്മളെ ആദ്യ ചിന്ത കൊണ്ടുപോകുന്നത് മരണത്തിലേക്കാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് ഏതൊരു സാധാരണക്കാരനും ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇവിടെ അരുൺ ഷൂരിയുടെ പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് എന്ന പുസ്തകത്തിൽ വളരെ വിശദമായി, വളരെ ചങ്കുറപ്പോടുകൂടി അദ്ദേഹം ഈ വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നു. ഒരു മനുഷ്യനും ചർച്ച ചെയ്യാനും അതിനെക്കുറിച്ച് സംവദിക്കാനോ താല്പര്യമില്ലാത്ത വിഷയമായിരുന്നിട്ട് കൂടി അരുൺ ഷൂരിയുടെ പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് എന്ന പുസ്തകത്തിൽ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്നു. ഒരു മനുഷ്യന്റെ യാത്ര ആരംഭിക്കുന്നത് അവന്റെ ജനനത്തോടു കൂടിയാണ്. അത് അവസാനിക്കുന്നത് മരണത്തിലും. ഈ ജനനത്തെ കുറിച്ച് സംവദിക്കുന്ന രതിയെക്കുറിച്ചും മരണത്തെക്കുറിച്ച് പറയുന്ന മൃത്യുവിനെ കുറിച്ചും മാത്രം മനുഷ്യൻ ചർച്ച ചെയ്യപ്പെടാറില്ല. എന്നാൽ ഈ ആഗമനത്തിനും നിർഗമനത്തിനും ഇടയിലുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നാം ചർച്ച ചെയ്യപ്പെടാറുണ്ട്. എന്നാൽ ഇവിടെ അരുൺ ഷൂരിയുടെ പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് എന്ന പുസ്തകത്തിൽ മനുഷ്യന്റെ മരണത്തെക്കുറിച്ച് വളരെ വിശദമായി അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്നു. മനുഷ്യന്റെ ഒരു ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്. റോബർട്ട് ഫ്രോസ്റ്റിന്റെ വരികൾ ഓർത്താൽ, എ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്ന കവിതയിലെ അവസാന വരികൾ, ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്. എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ഈ സഞ്ചാരം അവസാനിക്കുന്നതിന് മുമ്പ് അവൻ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ടതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. എപ്പോഴും അവന്റെ വേവലാതി അതിനെക്കുറിച്ചായിരിക്കും. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടിയാണ് വീടുകളിൽ നിന്ന് ജനനവും മരണവും ആശുപത്രികളിലേക്ക് മാറ്റപ്പെടുന്നത്. മനുഷ്യന്റെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച്, അവന്റെ വേഗത കൂടുന്നതനുസരിച്ച്, സൗകര്യങ്ങൾ കൂടുന്നതനുസരിച്ച് ഏറ്റവും നല്ല ചികിത്സ ലഭിക്കണമെന്ന അവന്റെ വിശ്വാസം, ആരോഗ്യത്തെ സംരക്ഷിക്കണമെന്നുള്ള അവന്റെ അതിയായ ആഗ്രഹം, അതുപോലെ തന്നെ വയസ്സാകുമ്പോൾ രോഗശൈലിയായ ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റപ്പെടുന്നു. വീടുകളിൽ ലഭിക്കേണ്ട പരിചരണമോ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഉറ്റവരോ കാണാൻ കഴിയാതെ ആശുപത്രികളിലെ കെയർ യൂണിറ്റുകളിലേക്ക് മാറ്റപ്പെടുന്ന ജന്മങ്ങൾ ആ ഒറ്റമുറിക്കുള്ളിൽ വ്യത്യസ്തമായ ചിന്തകളുമായി മരണത്തിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ചയാണ് സാധാരണ മനുഷ്യൻ കാണുന്നത്. അതിൽ നിന്ന് വിഭിന്നമായി എങ്ങനെ മരണത്തിലേക്ക് നമുക്ക് തയ്യാറെടുക്കാം എന്നാണ് അരുൺ ഷൂരി ഈ പുസ്തകത്തിലൂടെ നമ്മോട് പറയുന്നത്. മുമ്പും പൊതുബോധ്യത്തിന് ഘടകവിരുദ്ധമായ വിഷയങ്ങൾ വായനക്കാരുടെ മുമ്പിൽ അസാമാന്യമായ ധൈര്യത്തോടുകൂടി അവതരിപ്പിച്ച എഴുത്തുകാരനാണ് പത്മഭൂഷൺ ശ്രീ അരുൺ ഷൂരി. അപ്രിയമായതും എന്നാൽ മനുഷ്യൻ ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്തതുമായ മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ് പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് എന്ന പുസ്തകത്തിലൂടെ അരുൺ ഷൂരി വായനക്കാർക്ക് നൽകുന്നത്. പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ അതിന്റെ ശീർഷകം സ്വീകരിച്ചിരിക്കുന്നത് വേദസാര ശിവസ്തവത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനാ ശ്ലോകത്തിൽ നിന്നുമാണ്. ആ ശ്ലോകം ഇങ്ങനെയാണ്: അനായാസേന മരണം വിന ദൈന്യേന ജീവിതം ദേഹി മേ കൃപായ ശംഭോ. ഉചിതമായ സ്ഥാനങ്ങളിൽ അമൂല്യമായ രത്നങ്ങൾ പോലെ ഹൈക്കു കവിതകളും അതുപോലെ ഉറുദു കാവ്യങ്ങളും ഉപനിഷത്തുക്കളിൽ നിന്നെടുത്തുള്ള വരികളും ഈ കൃതിയുടെ കാവ്യഭംഗി വല്ലാതെ വർദ്ധിപ്പിക്കുന്നു. പത്മഭൂഷൺ അരുൺ ഷൂരിയുടെ പ്രിപ്പയറിംഗ് ഫോർ ഡെത്ത് എന്ന പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിൽ ജനിച്ച എൻ സുനിൽകുമാറാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എംഫിലുമുള്ള ഇദ്ദേഹം MG യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഒരുപാട് കൃതികൾ ഇദ്ദേഹം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സാഹിത്യ ഗ്രന്ഥങ്ങളിൽ ലേഖകനായും
ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. MB വീരേന്ദ്രകുമാറിന്റെ ഹൈമ മദഫൂവിൽ എന്ന പുസ്തകം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചതും ഇദ്ദേഹമാണ്. കൂടാതെ 2 സയൻസ് 2 ആത്മജ്ഞാനികൾ എന്ന പുസ്തകത്തിന്റെ പരിഭാഷകരിൽ ഒരാൾ കൂടിയായിരുന്നു ഇദ്ദേഹം. അനായാസേന മരണം എന്ന ഈ പുസ്തകം മലയാളിക്ക് ഒരു നല്ല വായനാനുഭവം സമ്മാനിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ബെൽ ഐക്കൺ അമർത്തുക. നന്ദി, നമസ്കാരം.